എന്തെങ്കിലും ഡീറ്റെയിൽ ഇത് 2023 മോഡല് 23 മോഡല് എസ് പ്ലസ് നൈറ്റ് എഡിഷൻ എന്ന വേരിയന്റ് ഡീസൽ മാനുവൽ ക്രെട്ട. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സീറ്റ് റിലേഷൻ കാര്യങ്ങളൊന്നും വരില്ല. പാനോറാമിക് സൺറൂഫ് ഉണ്ട്, പിന്നെ അലോയ് വീൽസ് ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, പിന്നെ അതേപോലെ റെഡ് ബാഡ്ജിംഗ് എല്ലാം വരുന്നുണ്ട്. ഏകദേശം 8,10,000 രൂപയുടെ മാറ്റം വന്നു കഴിഞ്ഞു. ഷോറൂം പൊട്ടിച്ചു കൊടുക്കാം. അതെ, 400 കിലോമീറ്റർ ഓടിയാണ്. അപ്പൊ പുതിയ വണ്ടി നോക്കുന്ന ആളുണ്ടെങ്കിൽ എന്തായാലും വന്നെടുത്തോളൂ. നിങ്ങൾക്ക് 100% ലോണും കിട്ടും. നമുക്ക് 2 ഷോറൂമുകളിലും നമ്മൾ എല്ലാ വണ്ടികളും കിട്ടും. നമ്മൾ സ്റ്റോക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇൻവെന്ററി കെപ്റ്റ് ചെയ്യുന്നത് ഒരു 10 ലക്ഷം വരെയുള്ള വണ്ടികൾ തിരുവണ്ണൂർ ഷോറൂമിലും, അബൌട്ട് 10 lakhs വണ്ടികൾ നടക്കാവ് ഷോറൂമിലും. ലിമിറ്റഡ് സീരീസ് 2022 മോഡല് സെൽറ്റോസ് എക്സ്ലൈൻ പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് 80 ഗിയർ ബോക്സ് ആണ്. ഇത് ഇപ്പോഴത്തേക്ക് 3 വരുന്നുണ്ട്. CVT ഉണ്ട്, AT ഉണ്ട്, DCT ഉണ്ട്. 3 വരുന്നുണ്ട് ഇപ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇത് 80 ഗിയർ ബോക്സ് ആണ് വരിക. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. വയർലെസ് ചാർജർ കാര്യങ്ങളൊക്കെ വരും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾ ഇന്ന് പുതിയൊരു ഷോറൂമാണ് പരിചയപ്പെടുത്തുന്നത്. ഷോറൂം പുതിയാണ്, പക്ഷേ ഇവിടുത്തെ ആളെ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അറിയാം. സ്വാഗതം. നമ്മുടെ സ്വന്തം ഷമീർക്കയുടെ പുതിയ ഷോറൂം, അതായത് നടക്കാവ് തുടങ്ങിയ പുതിയ ഷോറൂം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു രണ്ടാമത്തെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഈ രണ്ടാമത് ഷോറൂം കോഴിക്കോട് തന്നെ തുടങ്ങാൻ കാരണം? 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മളെ തട്ടകമാണ് നടക്കാവ്. അതൊരു മുഹബത്തിൻ്റെ പേരിലാണ് ഒരു കാരണം. രണ്ടാമത്തത് നമ്മളടുത്ത് പലരും പല വ്യൂസും പറയുന്നതാണ്, നമ്മളെ പിന്നെ ചെറിയ സെഗ്മെന്റിലുള്ള വണ്ടികൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോറൂം നമ്മൾ ബഡ്ജറ്റ് കാറുകൾക്ക് മാത്രമായിട്ട് എത്ര, ഒരു 10 ലക്ഷത്തിൻ്റെ താഴെ, അതെ, ഒരു 2 lakhs to 10 lakhs വരെ, 10 lakhs വരെയുള്ള വണ്ടികൾ. അത് തിരുവണ്ണൂർ ഷോറൂം നമ്മൾ എക്സിസ്റ്റിംഗ് ഷോറൂം അതിനു വേണ്ടി മാത്രമാക്കിയിട്ട് ചെയ്യാൻ പോകും. നമ്മൾ ഇതുവരെ കാണിച്ച മാങ്കാവ് തിരുവണ്ണൂരുള്ള ആ ഷോറൂമിൽ 2 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ബഡ്ജറ്റ്. അപ്പോൾ ആ ഷോറൂമിന്റെ പേരെന്താ? നമ്മൾ പുതിയൊരു പേരിട്ടത്, നമ്മൾ പേര് ഷമീസ് കാർസ് തന്നെ. നമ്മൾ അതിനൊരു ടൈലന്റ് കൂടി കൊടുക്കാൻ പോവാണ്, ഷമീസ് കാർസ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ലൈറ്റ്, അതെ. ഓക്കെ, അപ്പോൾ ലൈറ്റ് വെഹിക്കിൾസ് അവിടെ കിട്ടും. നമുക്ക് 2 ഷോറൂമുകളിലും നമ്മൾ എല്ലാ വണ്ടികളും കിട്ടും. നമ്മൾ സ്റ്റോക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇൻവെന്ററി കെപ്റ്റ് ചെയ്യുന്നത് ഒരു 10 ലക്ഷം വരെയുള്ള വണ്ടികൾ തിരുവണ്ണൂർ ഷോറൂമിലും, അബൌട്ട് 10 lakhs വണ്ടികൾ നടക്കാവ് ഷോറൂമിലും. അങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു വണ്ടിക്ക് നമ്മളൊരു ബിലോ 10 lakhs ഒരു വണ്ടിക്ക് വേണ്ടി ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും വണ്ടിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതേപോലെ അവർക്ക് എന്നിട്ട് ലൈക്ക് ആവണമെങ്കിൽ ആ വണ്ടി നമ്മൾ ഇങ്ങോട്ട് വരുത്തിക്കുക, അല്ലെങ്കിൽ കസ്റ്റമറെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യും. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രയാസമില്ല. ഏത് ഷോറൂമിൽ വന്നാലും ഏത് വണ്ടിയും നമ്മൾ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഫിസിക്കലി സ്റ്റോക്ക് നമ്മളെ എബൌട്ട് 10 lakhs മാത്രമേ നടക്കാവ് ഷോറൂമിലുണ്ടാവുള്ളൂ. നടക്കാവ് ഷോറൂം മാത്രമല്ല, നടക്കാവിൽ 2 യാർഡും ഉണ്ട്. ഇവിടെ യാർഡുണ്ട്, ഷമീർഖാന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ യാർഡുണ്ട്. നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും അടിപൊളി കലക്കി, ഗംഭീര ഉദ്ഘാടനമായിരുന്നു. ഇവിടെ റോഡ് പണിയടക്കം, എന്നിട്ട് മൊത്തം ബ്ലോക്കാ. നമ്മളെ എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാ വ്യൂവേഴ്സിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമുക്ക് വന്നു. അതിലുപരിയായിട്ട് നമ്മളെ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തുള്ള പല വ്യക്തിത്വങ്ങളെയും സാന്നിധ്യത്തിൽ എൻ്റെ ഉപ്പനെയും ഉമ്മനെയും കൊണ്ട് എനിക്ക് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു, അത് നടന്നത്. അതിലുപരിയായിട്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി. കാരണം 28-നും ഉദ്ഘാടനം ഉണ്ടായിരുന്നത്, 27-നും 28-നും കനത്ത മഴയായിരുന്നു കോഴിക്കോട്. ഞാൻ ഓറഞ്ച് അലേർട്ടായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നത്. അന്ന് വൈകിട്ട് 4:30 മണിക്കാണ് നമ്മൾ ഇനോഗ്രേഷൻ വെച്ചത്. 4 മണി വരെ കുത്തി ഒലിച്ചു വരുന്ന മഴയായിരുന്നു. 4 മണി ഷാർപ്പാവുന്നതിന് മുമ്പ് മഴ നിന്നു. പിന്നെ പ്രോഗ്രാം കഴിയുന്നവരെ മഴയില്ല. അത്രയ്ക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ആദ്യം നന്ദി സ്മരിക്കുകയാണ്, അൽഹംദുലില്ലാഹ്. അതേപോലെ നമ്മളെ പ്രോഗ്രാം വന്ന് തിരക്ക് ഒഴിവാക്കി വന്ന എല്ലാവരോടും, നമ്മളോട് സ്നേഹം കാണിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പുതിയ ഷോറൂം ഒന്ന് പരിചയപ്പെടാൻ, മൊത്തത്തിൽ ഇവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കാണാം. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ചെറിയ വണ്ടിക്കാരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ തിരുവണ്ണൂർ ഷോറൂമിൽ സ്റ്റോക്കൊക്കെ കാണാം. തിരുവണ്ണൂർ ഷോറൂം നമ്മൾ ഷമീസ് കാർസ് ലൈറ്റ് എന്ന പേരിലാണ് നമ്മൾ ടൈലന്റ് വെച്ചിട്ടാണ് നമ്മളിനി പറയാൻ പോണത്. നമ്മൾ പുതിയൊരാളെയും കൂടെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എവിടെ ബിജു കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ ആള്, ഷമീർഖാന്റെ മോനാണ്. പേര് മിൻഹാജ്. അപ്പോൾ
മിൻഹാജ് നമ്മുടെ കൂടെ ഇനി തിരുവനന്തപുരം ഷോറൂമിലുണ്ടാവും അല്ലേ? ഇനി അങ്ങോട്ട് ഞാനും ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് പറഞ്ഞാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ നമ്മൾ ഇവിടുത്തെ നമ്പർ പറയുന്നുണ്ട്, അതേപോലെ മറ്റേ ഓൾറെഡി 2 നമ്പർ, ഏത് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഫിസിക്കലി സ്റ്റോക്ക് ഇവിടെ ഉണ്ടാവും, വലിയ വണ്ടികൾ ഇവിടെയും ചെറിയ വണ്ടികൾ അവിടെ ആയിരിക്കും. ബട്ട് നമുക്ക് എല്ലാ വണ്ടികളും എല്ലാ ഷോറൂമിലും അവൈലബിൾ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. എന്തായാലും ഷമീർക്ക, നമ്മൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാണ്, ഇപ്പോൾ ഉള്ള വണ്ടിക്ക് കുറച്ച് അടിച്ചു പൊളിച്ച് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? മാക്സിമം നമുക്ക് കൊടുക്കാം. അതേപോലെ നമ്മൾ പുതിയ സ്റ്റോക്കുകൾ ഇപ്പോൾ നമ്മൾ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു, ഒരു 15-20 ദിവസത്തോളം എനിക്ക് പുതിയ പർച്ചേസിംഗ് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പ്ലസ് ഇപ്പോൾ മുതൽക്ക് ഇന്നലെ മുതൽക്ക് നമ്മൾ ഒരുപാട് കളക്ഷൻസ്, വെറൈറ്റി കളക്ഷൻസ് നെക്സ്റ്റ് വീഡിയോന് മുമ്പായിട്ട് നമുക്ക് ഒരുപാട് കാണിക്കാനും പറ്റും, കൂടുതലായിട്ട് കാണിക്കാൻ പറ്റും. കാരണം നമ്മൾ വെറൈറ്റികൾ ഇനി ഈ ഷോറൂം 2 ഷോറൂം ആയതുകൊണ്ടും 3 യാർഡുകളും 2 ഷോറൂമായി. അപ്പോൾ മാക്സിമം സ്റ്റോക്ക് നമുക്ക് ഇനി ഇൻവെന്ററിൽ വെക്കാൻ പറ്റും, കൂടുതലും കച്ചവടം വിപുലാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളിയാവട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ തുടക്കത്തിൽ 10 ലക്ഷത്തിന്റെ മേലോട്ടെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും, വലിയ പ്രീമിയം വണ്ടികളാണെന്ന്. അല്ല, സെൽട്ടോസ്, സോണറ്റ് അങ്ങനത്തെ വണ്ടികൾ തന്നെയാണ്. ഇതൊക്കെ ടോപ്പിലേക്ക് പോകുമ്പോൾ 10ന്റെ മേലെ ഉണ്ട് വില. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ MG ഹെക്ടർ ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനമാണ് പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് ഒരു പുതിയ വണ്ടി പോലെ തന്നെ ആകെ 400 കിലോമീറ്റർ ഓടിയ MG ഹെക്ടർ, ഫുൾ ഓപ്ഷൻ മാനുവൽ പെട്രോൾ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അത് ഹൈബ്രിഡ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ മൈലേജ് കിട്ടും അല്ലേ സാധാരണ MGക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ്, സ്പേഷ്യസ് ആണ്, പോകുന്നുണ്ട് വണ്ടി. 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ചോടെ മൈലേജ് അത് ഓട്ടോമാറ്റിക് സാധാ MG വരുന്നത്. ഇത് ഹൈബ്രിഡ് ആകുമ്പോൾ എൻ്റെ ഹൈബ്രിഡിൽ 12ന്റെ മുകളിൽ എന്തായാലും മൈലേജ് കിട്ടും. അത് ഇത് മാനുവൽ ആണല്ലേ? മാനുവലാണ്, മൈലേജ് കൂടുതൽ കിട്ടാൻ സാധ്യത, അതിന് മുകളിലേക്ക് ചാൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് പെട്രോൾ തന്നെ 7-8 ആ റേഞ്ച് കിട്ടുന്നത്. അതെ അതെ. ഓക്കെ, അപ്പോൾ 400 കിലോമീറ്റർ പുതിയ മോഡലാണ്. 2023 മോഡൽ വണ്ടി, ഡെമോ വണ്ടിയാണ്, കമ്പനിന്റെ പേരിൽ ഇറങ്ങിയ വണ്ടിയാണ്. വണ്ടി ഓടിയിട്ടില്ല, കമ്പനിക്ക് ഡെമോ മാത്രം വെച്ച വണ്ടി, ജസ്റ്റ് ഒന്നുകൂടി മൂവ് ചെയ്ത വണ്ടിയാണ്. ഓണർഷിപ്പ് കമ്പനി പേര്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഡെമോ വെഹിക്കിൾ ആണ്. 400 കിലോമീറ്റർ മാത്രം ഓടിയ 2023. ഇപ്പോൾ 26 വരെ വാറണ്ടി 26 വരെ വരുന്നുണ്ട്. 26 വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന പെട്രോൾ മാനുവൽ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 13,90,000 രൂപ കൊടുക്കാം. പുതിയ വണ്ടിക്ക് എത്ര ഉണ്ട് പറയുന്നതിന്? പുതിയ വണ്ടിക്ക് ഇപ്പോൾ 22 lakhs വരുന്നുണ്ട്. 22 ലക്ഷം, അതായത് ഇപ്പോൾ 13,90,000 അല്ലേ? ഏകദേശം 8,10,000 രൂപയുടെ മാറ്റം വന്നു കഴിഞ്ഞു. പൊട്ടിച്ചു കൊടുക്കാം. അതെ, 400 കിലോമീറ്റർ ഓടിയാണ്. അപ്പോൾ പുതിയ വണ്ടി നോക്കുന്ന ആളുണ്ടെങ്കിൽ എന്തായാലും വന്നെടുത്തോളൂ. നിങ്ങൾക്ക് 100% ലോണും കിട്ടും. ഓക്കെ, 100% ലോൺ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനം കിയ സെൽട്ടോസ് GT ലൈൻ, ഏറ്റവും ടോപ്പ് ആൻഡ് ഒരു ബ്ലാക്ക് കളർ അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2022 GT ലൈൻ പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് DCT ഗിയർ ബോക്സ് ആണ് വരിക, ടോപ്പ് ആൻഡ് വാഹനം. ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്, സൺറൂഫും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാനോറാമിക് സൺറൂഫ് വന്നിട്ടുണ്ട്, ബാക്കിൽ LED ഇതെല്ലാം വന്നിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ ഷേപ്പിന്. അതെ, കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 24,000. 24,000, 22. അത് 3 വർഷം കൊണ്ട്. അത് നോർമൽ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, വയർലെസ് ചാർജർ, സീറ്റ് വെന്റിലേഷൻ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുകയാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 15,20,000 രൂപ. 15-20. പുതിയ വണ്ടിക്ക്, ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് ഏകദേശം 23,69, ഒരു 23.5 കൂട്ടിക്കോ. 69 ഓൺലൈൻ കാണിക്കുന്നത്. ഇത് അന്നിറങ്ങുമ്പോൾ തന്നെ ഏകദേശം അത്രയും നിയർ ബൈ അന്നിറങ്ങുമ്പോൾ. ഇപ്പൊ 15-20. 15-20 15 ലക്ഷം രൂപ കൊടുക്കാം. 15 ലക്ഷത്തിന്. അപ്പൊ ഏകദേശം ഒരു 7-7.5 ലക്ഷത്തിന്, 8 ലക്ഷത്തിന് മാറ്റം തന്നെ മാറ്റം വരും. അപ്പൊ താല്പര്യം ഉണ്ടോ വിളിക്കാൻ? ലോൺ എത്ര കയറും? ലോൺ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നിയർ ബൈ കിട്ടും. 14 മുതൽ 15 വരെ കിട്ടും. 14 മുതൽ 14 എന്തായാലും എക്സ്ട്രോഡ്. ഓക്കെ, അടുത്ത MG ഹെക്ടർ. അതെ, എങ്ങനെ ഡീറ്റെയിൽ? സെയിം ഓപ്ഷൻ തന്നെ. 2023 മോഡല്, ഷാർപ്പ് പെട്രോൾ മാനുവൽ ആണ്. സെയിം സാധനം തന്നെ അല്ലേ? ഓക്കെ, കിലോമീറ്റർ 10,000 ഓടിയിട്ടുണ്ട്. 10,000 ഓടി. മറ്റേ 400 ആയിരുന്നു, ഇത് 10,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, കളറും മാറ്റമുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയുള്ള വാഹനമാണ്. സ്മാർട്ട് ഹൈബ്രിഡ് അല്ലേ? അവര് 12 ഏകദേശം മൈലേജ് കിട്ടും. വാറണ്ടി 2026 ഡിസംബർ വരെ വാറണ്ടി ഉണ്ട്. ക്ലെയിം ഹിസ്റ്ററി ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിം ഹിസ്റ്ററി ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ പ്രൈസ് എങ്ങനെയാ? സെയിം തന്നെയാ? നമുക്കൊരു 13,80,000 രൂപ കൊടുക്കാം.
1380 മറ്റേ 1390 പറഞ്ഞത് 1380 ഒരു 10,000 ഇവൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടം പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിക്കാം. ലോൺ ഒരു 12 ഞാൻ പറഞ്ഞ പോലെ ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കാം. ഫുൾ പുതിയ വണ്ടിക്ക് 22 വരുന്നുണ്ട്. ഓക്കെ, അത്രയും വില കൊടുക്കാം നമുക്ക്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് സെൽട്ടോസ് ആണ്. സെൽട്ടോസിന്റെ കുറച്ച് കൂടിയ ഐറ്റം എക്സ് ലൈൻ അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ലിമിറ്റഡ് സീരീസ് 2022 മോഡല് സെൽറ്റോസ് എക്സ് ലൈൻ പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് DCT ഗിയർ ബോക്സ് ആണ് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ഇതിലും നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ ഇതിൽ മൊത്തത്തിൽ മാറ്റം വരും. മാറ്റ് ഫിനിഷ് പെയിന്റ് വരും ഈ ഒരു ടൈപ്പ്. അതൊരു അട്രാക്ഷൻ ആണ്. പിന്നെ സീറ്റ് കവറിലും കാര്യങ്ങളിലൊക്കെ ചെറിയൊരു മാറ്റം ചേഞ്ചസ് അല്ലേ? ഓക്കെ, അലോയ്സ് മാറുന്നുണ്ട് തോന്നുന്നു. അലോയ്സ് മാറുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള മാറ്റം വരുന്നത്. ഇത് ഓട്ടോ എത്ര പോയി ഷമീർക്ക? വെറും 34,000 കിലോമീറ്റർ. 34,000, 22 മോഡൽ 34,000. വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി എന്താ ചെയ്തിട്ടില്ല? നമുക്ക് വേണം വാറണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫുൾ സർവീസ് ഉള്ള വാഹനമാണ്. ഇപ്പോൾ 24,30,000 സംതിങ് വില വരുന്നുണ്ട് ഈ വാഹനത്തിന് ഓൺ റോഡ്. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ? നമ്മൾ വില ചോദിക്കുന്നത് 15,50,000 രൂപ കൊടുക്കും. 15.5 ലക്ഷം, ഏകദേശം 8.5 ലക്ഷം 9 ലക്ഷത്തിന്റെ അടുത്ത് മാറ്റം വന്നു. പുതിയ വണ്ടിയായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ആ റേഞ്ച് കൂടുതലുണ്ട്. ഇപ്പൊ GST കുറവുണ്ടാണ്, ആ റേഞ്ചിലുണ്ട്. അപ്പോൾ ഇപ്പോൾ 24-34 ഏകദേശം 8.5 ലക്ഷത്തിന്റെ മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. ലോണും ഒരു 1 ലക്ഷം ഒക്കെ ഇറക്കാൻ പറ്റുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഇറക്കാൻ പറ്റും. അടുത്തതാ നല്ലൊരു സെഡാൻ കാറ്റഗറി സ്കോഡ സ്ലാവിയാണ്. സ്ലാവിയൻ്റെ പുതിയ ഷേപ്പിലേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സ് വൈസ് മാറ്റം വന്നിട്ടുണ്ട്. ഓപ്ഷൻസ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പേരും മാറിയിട്ടുണ്ട്. അതാ പറഞ്ഞത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് 1 ലിറ്റർ സ്ലാവിയയുടെ അംബിഷൻ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അംബിഷൻ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓപ്ഷനായിട്ട് വരുന്നതാണ്. പക്ഷേ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പോഴത്തെ സെക്കൻഡ് ഓപ്ഷൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സിന് വരുന്നത് 17.30 സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് 22 മോഡല്. ഇപ്പോൾ വാറണ്ടി എക്സ്റ്റെൻഡ് ഓൾറെഡി ചെയ്തുകൊണ്ടാണ്. അടുത്ത വർഷം വരെ വാറണ്ടി ഉണ്ട്. അടുത്ത വർഷം വരെ. ഇപ്പോൾ നമ്മളിത് കിലോമീറ്റർ 50,000 ഓടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം 50,000 സർവീസ് ലാസ്റ്റ് വീക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? നമുക്കിത് 11,50,000 രൂപ കൊടുക്കാം. 11.5 ലക്ഷം, അതായത് ഏകദേശം 6 ലക്ഷത്തിന്റെ മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അടുത്ത വണ്ടിയിൽ അങ്ങനെ നമ്മളിന്ന് ആദ്യത്തെ പ്രീമിയം സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? മിനി കൂപ്പർ ES. ചെറിയ പ്രീമിയം. അതെ, ചെറിയ പ്രീമിയം. എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡല് കൂപ്പറിന്റെ മിനി കൂപ്പർ S എന്ന് പറഞ്ഞ വേരിയന്റ്. ഇത് കേരള വണ്ടിന്റെ പറഞ്ഞിട്ടല്ലോ, നമ്മൾ കേരള വണ്ടി അത്രേ. ബാക്കി എക്സ്ചേഞ്ച് ഒക്കെ എടുക്കൂലേ? എക്സ്ചേഞ്ച് എടുക്കും. എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ നേരിട്ട് കൊടുക്കും. വീഡിയോയിൽ കാണിക്കൂല. അതെ, ബാക്കി കാര്യങ്ങൾ 2022 കൂപ്പർ S 38,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ്, KL 11 ക്വാളിറ്റി വെഹിക്കിൾ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. ഫുൾ സർവീസ് എല്ലാം പ്രോപ്പർ സർവീസ് എല്ലാം അൺടച്ച് പീസ്, ഷോറൂം കണ്ടീഷൻ. ഓക്കെ, അടിപൊളി കളർ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ആസ്കിക്കുന്നത് 41 lakhs. 41 ലക്ഷം. 2022 മോഡൽ ഒറിജിനൽ കേരള കൂപ്പർ S ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. ഇതിൻ്റെ വാറണ്ടി ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളൂ. ലോൺ എത്ര കയറും? ഒരു 38 ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 37 ലക്ഷം വരെ കൊടുക്കാം. ഓക്കെ, ഇതാ അടുത്തത് വീണ്ടും MG ഹെക്ടർ തന്നെ. പ്ലസ് അല്ലല്ലോ, ഹെക്ടറല്ലേ? ഹെക്ടറാണ്. ഓക്കെ, ഹെക്ടറാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനം. നേരത്തെ കണ്ട രണ്ടും മാനുവൽ ആയിരുന്നു. അപ്പോൾ ഇതിന്റെ മൈലേജ് അറിയാലോ. പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ 7 to 10 അതിൻ്റെ ഇടയിൽ 8 കിലോമീറ്റർ കൂട്ടിയാൽ മതി. 8 കിലോമീറ്റർ ആവറേജ് കൂട്ടിയാൽ മതി. ഓക്കെ, ഇതേ മോഡൽ കാര്യങ്ങളൊക്കെ. ഇത് വണ്ടിന്റെ 2019 MG ഹെക്ടർ CVT ഷാർപ്പ് ടോപ്പ് എൻഡ് വേരിയന്റ്. ഓക്കെ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇപ്പം മൊത്തം ഓപ്ഷനും കാര്യങ്ങളൊക്കെ മാറിയേ? അതെ, എല്ലാം മാറിയിട്ടുണ്ട്. ഇത് ഹൈബ്രിഡ് അല്ല, അതിന് മുമ്പുള്ളതാണ്. 19 മോഡലാണ്. പക്ഷേ ഈ വണ്ടി 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 85,000 കറക്റ്റ് സർവീസാണ്. സെക്കൻഡ് ഓണറാണ്. 85 ഈ മൈലേജിൽ ഈ ആൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സുഖം കൊണ്ടാണ് ഓടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് പ്രൈസ് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുക്കാൻ പോകുന്നത് എത്രക്ക്? 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷത്തിന്. ഇതിവിടെ പെട്ടുപോയി. ഒരു 10 വർഷത്തിനെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരും. 10 ലക്ഷത്തിന് ഓട്ടോമാറ്റിക് MG ഹെക്ടർ 2019 മോഡൽ ഫുൾ ഓപ്ഷൻ ഷാർപ്പ് ടോപ്പിന്റെ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ കയറും. 9 വരെ എന്തായാലും കയറും.
ഓക്കെ, ഇതാ വീണ്ടും സെൽട്ടോസ്. ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പ് സെൽട്ടോസ് ആണ്. പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം ഇറങ്ങുന്ന ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടി. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2023 മോഡല്. 23 ന്യൂ ഷേപ്പ് മോഡൽ, പാനോറമിക് സൺറൂഫ് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ, GT ലൈൻ ഓട്ടോമാറ്റിക് പെട്രോൾ. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് പെട്രോള്. പൊതുവേ ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ 12-15 റേഞ്ച് കണ്ടാൽ മതി അല്ലേ മാക്സിമം. ലോങ്ങിലൊക്കെ പോകുമ്പോൾ 15 ആ റേഞ്ച്. ഓക്കെ ഓക്കെ, അപ്പോൾ കിലോമീറ്ററിന് ഹൈലൈറ്റ് 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5000 ഓൺലി 5000. വെറും 5000, 2 വർഷം കൊണ്ട് 5000 ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഷോറൂം കണ്ടീഷൻ വിളിക്കാൻ പറ്റിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? ഓണർഷിപ്പ്, അതേ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഡാഷ് ക്യാം ഉണ്ട്. പുതിയ വണ്ടീൻ്റെ വില അറിയാലോ? 23,65,000 രൂപ. ഫിറ്റിംഗ്സ് അടക്കം ഇറക്കണപ്പോൾ ഇതേപോലെ ഇറക്കണമെങ്കിൽ 24,00,000 മുകളിൽ വരും അങ്ങനെ ഇറക്കണമെങ്കിൽ. അപ്പോൾ ഇത്രയും ഫിറ്റിംഗ്സ് അഡീഷണൽ കയറിയിട്ടുണ്ട്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 18,75,000 രൂപ. 18,75 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം ഒരു 4 ലക്ഷത്തിന്റെ മാറ്റം വന്നു. 4 5 ലക്ഷത്തിന് മുകളിൽ 4 ലക്ഷത്തിന്റെ മാറ്റം വന്നു കഴിഞ്ഞു. വെറും 5000 ഓടിയിട്ട്, വെറും 5000-ത്തിനാണ്. അപ്പോൾ നിങ്ങൾ പുതിയ വണ്ടി നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ നേരെ വന്നു അല്ലേ? ഓക്കെ, അപ്പോൾ മാക്സിമം ലോണും കയറില്ല. മാക്സിമം ഒരു 95% ലോണും കൊടുക്കാം. ഓക്കെ, അടുത്തത് ക്രിസ്റ്റ 7 സീറ്റർ, അതും ഒരു പെട്രോൾ ക്രിസ്റ്റ. ഇപ്പൊ ഇറങ്ങുന്നില്ല അല്ലേ? ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, ഇന്നോവ ക്രിസ്റ്റ 2.7 പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ് വേരിയന്റ് ആയ Z. 2.7 ആണ് ഇതിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് വരുന്നത് പെട്രോളില്. എന്താ പറയാ, ഡീസൽ ഓടിക്കുന്നതിനെ പോലത്തെ വൈബ്രേഷനോ കാര്യം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. വൈബ്രേഷൻ ഉണ്ടാവില്ല. ഒരുപാട് ഓടിക്കേണ്ട ഫീല് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നല്ല ഫീൽ ആയിരിക്കും. മൈലേജ് കുറച്ച് മൈലേജിന്റെ ഫീലിലും വ്യത്യാസം ഉണ്ടാവും. അത് മാത്രമല്ല, മൈലേജ് മാത്രം നോക്കുന്നവർക്കാണെങ്കിൽ പറ്റൂല. കാരണം 8 കിലോമീറ്റർ ഇതിന് മൈലേജ് കിട്ടുള്ളൂ. മറ്റേത് 10 കിലോമീറ്ററിന് മുകളിൽ കിട്ടും. എന്നാലും ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. അതിന് നേരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന സമയത്ത് ലാഭമാണ്. കാരണം 2022 ക്രിസ്റ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇപ്പോൾ ഒരു 30 ലക്ഷം രൂപ, 29-30 ലക്ഷം രൂപ കൊടുക്കണം. അതിൽ ഒരു ലക്ഷം നമ്മളൊരു 4-5 ലക്ഷം രൂപയുടെ കുറവുണ്ടാവും. അപ്പോൾ ഒരു വണ്ടി ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സുഖം മനസ്സിലാക്കുമ്പോൾ ഇതായിരിക്കും നന്നാവാന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതെ, പെട്രോളിന്റെ വണ്ടി മൊത്തത്തിൽ നോക്കാം. ഓടിക്കുന്ന ഫീൽ എന്ത് തന്നെയാണ് ഡീസലിനേക്കാൾ പെട്രോൾ ഫീലിംഗ് വ്യത്യാസം ഉണ്ടാവും. ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇപ്പം ക്രിസ്റ്റ Euro 6 വന്നതിന് ശേഷം 2.4 വരുന്നത് ഡീസല്. ഇത് 2.7 ആണ്. ഓട്ടോമാറ്റിക്കലി അതേ ഉണ്ടാവുള്ളൂ. പവർഫുൾ ആയിരിക്കും. അതെ. പിന്നെയാണ് ഇപ്പം കിട്ടുന്നത് ഐക്രോസേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ക്രിസ്റ്റല് വരുന്നില്ല. മാനുവൽ മാത്രമേ ക്രിസ്റ്റല് വരുന്നുള്ളൂ ഡീസലില്. അതെ. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര കൊടുക്കാത്? സിംഗിൾ ഓണർഷിപ്പ്, വെറും 22,000 കിലോമീറ്റർ അറൗണ്ട് ഓടിയിട്ടേ ഉള്ളൂ. ഓട്ടം കുറവ്, ക്വാളിറ്റി വണ്ടി, ആകെ ഒരു റീപ്ലേസും ഇല്ല. ബമ്പർ മാത്രം ചെറിയ സൈഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഷോറൂം കണ്ടീഷൻ എല്ലാം മെയിൻറ്റൈൻ, കുറച്ച് ചെറിയ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്ത ക്വാളിറ്റി ക്രിസ്റ്റ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 24,50,000 രൂപ കൊടുക്കാം. 24.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഏറ്റവും ടോപ്പിൻ്റെ Z 2.7 കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ. ഓക്കെ, ലോൺ എത്ര ചാൻസ് ഉണ്ട്? ലോൺ അറൗണ്ട് എനിക്ക് തോന്നുന്നു 23 ലക്ഷം രൂപ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതാ ഹ്യുണ്ടായി ക്രെറ്റ, ഒരു നൈറ്റ് എഡിഷൻ വാഹനം. അതെ, ഇപ്പൊ ഇറങ്ങുന്നില്ല അല്ലേ ഈ ഒരു ഓപ്ഷൻ? ഇപ്പൊ ഇറങ്ങുന്നില്ല. അതിന്റെ ഓപ്ഷന്റെ പേര് മാറിയില്ല. ഇതേ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയുണ്ട്. എസ് ഓപ്ഷനിലായി അല്ലേ? അതിലേക്ക് വരുമ്പോൾ പുതിയതിലേക്ക് വരുമ്പോൾ ഇതിപ്പോ S+ നൈറ്റ് എഡിഷൻ വരുന്നത്. പുതിയതിലേക്ക് വരുമ്പോൾ എത്രയാ? 19 ലക്ഷത്തിന്റെ വില വരുന്നത്. ഏകദേശം 19 ലക്ഷത്തിന്റെ ആ റേഞ്ചിൽ വില വരുന്നത്. അതിന്റെ മുകളിൽ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡല്. 23 മോഡല് S+ നൈറ്റ് എഡിഷൻ നിറ വേരിയന്റ്, ഡീസൽ, മാനുവൽ, ക്രെറ്റ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സീറ്റ് റിലേഷൻ കാര്യങ്ങളൊന്നും വരില്ല. പാനോറമിക് സൺറൂഫ് ഉണ്ട്, പിന്നെ അലോയ് വീൽസ് ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, പിന്നെ അതേപോലെ ഒരു റെഡ് ബാഡ്ജിങ് എല്ലാം വരുന്നുണ്ട്. അതെ. വില്ലിന്റെ മുകളിൽ 12 മാസമാണ്. അപ്പൊ 26-12 മാസം വരെ അണ്ടർ വാറണ്ടിയിൽ വാഹനമാണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, കിലോമീറ്റർ 50,000. 50,000. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്ക് 15 ലക്ഷം രൂപ കൊടുക്കാം. 15 ലക്ഷത്തിന് ഈ ഒരു ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നൈറ്റ് എഡിഷൻ ഇപ്പോൾ ഇറങ്ങുന്നില്ല ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ലോൺ ഒരു 14 lakhs കൊടുക്കാം. അത് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിൽ വീണ്ടും ഒരു ക്രെറ്റ തന്നെ, KL 73 രജിസ്ട്രേഷൻ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡല് ക്രെറ്റ SX IVT പെട്രോൾ ഓട്ടോമാറ്റിക്. IVT ആണ്, ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ. അതായത് ഇപ്പോൾ CVT ആണ് ഇറങ്ങുന്നത്. പുതിയല് സെയിം സാധനം തന്നെയാണ്, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇതും സൺറൂഫ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ, കിലോമീറ്റർ വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ട്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ.
സിംഗിൾ ഓണർ തന്നെ കിടക്കാണ്. ഓക്കെ, വാറണ്ടി എക്സ്റ്റൻഡ് എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്തിട്ടുണ്ട്. 2028 വരെ 27 വരെ വാറണ്ടി വരും. 27 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുകയാണ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഓക്കെ, പുതിയതിന് നമ്മൾ 21,60,000 അടുപ്പം നോക്കിയിട്ട് ഞാൻ കണ്ടത്. 39 സി വി ടിയിലാണ് നോക്കിയത്. SX-ൽ ചെറിയ മാറ്റങ്ങളുണ്ട് പുതിയ വണ്ടിക്ക്. എന്തായാലും ഇത് അന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം അല്ല മാറ്റങ്ങൾ സെൽറ്റോസും ക്രട്ടയും വരില്ല. സെൽറ്റോസ് 2023 മോഡലൊക്കെ ചെറിയ സൺറൂഫ് വരുന്നത്. അതിന് 23 ഓൾറെഡി പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ചെറിയ മാറ്റങ്ങളുണ്ട്. എന്തായാലും ഇതിപ്പോൾ എത്ര ഉപയോഗിക്കുന്നത്? ഇത് നമുക്ക് 15,50,000 രൂപ. 15.5 ലക്ഷത്തിന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം ഒരു 14 മുതൽ എന്തായാലും ലോണും കിട്ടും. ഒരു 6 ലക്ഷത്തിന്റെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യം അതെ, 9 കിലോമീറ്റർ ആണ് അടുത്ത വണ്ടിയിൽ. അടുത്ത സെൽറ്റോസ് ന്യൂ ഷേപ്പാണ്, ഡീസലാണ്. ഓക്കെ, നേരത്തെ പെട്രോൾ കണ്ടു, ഇതേ സെയിം ഷേപ്പിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഷേപ്പാണ്. പെട്രോളും ഡീസലും ആയിട്ട് ക്രെറ്റയും സെൽറ്റോസ് ഉണ്ട്. എന്നെ കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ്. അതാ ഞാൻ പറഞ്ഞ വെറൈറ്റി സ്റ്റോക്കുകൾ വരാൻ പോകാന്നുള്ളത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2024 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന സെൽറ്റോസ് ടോപ്പ് എൻഡ് GT ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. 80 ഗിയർ ബോക്സ് ആണ് ഇത്. ഇപ്പോഴത്തേലും 3 വരുന്നുണ്ട്. CVT ഉണ്ട്, AT ഉണ്ട്, DCT ഉണ്ട്. 3 വരുന്നുണ്ട് ഇപ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇത് 80 ഗിയർ ബോക്സ് ആണ് വരിക. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. വയർലെസ് ചാർജർ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, സീറ്റ് വെന്റിലേഷൻ. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 9,900. 9,900. ഇപ്പോൾ 25 എന്ന് പറയുമ്പോൾ 28 വരെ വാറണ്ടി ഉണ്ടാവും. 28 വരെ വാറണ്ടി ഉണ്ടാവും. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പിൽ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഇത് 21 ലക്ഷം രൂപ കൊടുക്കാം. 21 ലക്ഷത്തിന് ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് ഈ ഒരു സെൽറ്റോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് ഇപ്പോഴത്തെ പുതിയതിന് ഏകദേശം വരുന്നത് 23,70 പുതിയതിന് വരുന്നത്. പെട്രോളിൻ്റെ അതേ ഇനി നമ്മുടെ അടുത്ത് 3000 കിലോമീറ്റർ വണ്ടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2025 മോഡലാണ്. അതും സെയിം ബ്ലാക്ക് കളർ വണ്ടി. അതിപ്പം ഷോപ്പിലേക്ക് രാത്രി എത്തും. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം മഹീന്ദ്ര ഥാർ. അവിടെ കുറേ ഥാർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഥാറല്ലേ ഇവിടെ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? 2023 2 വീൽ ഡ്രൈവ് ഡീസൽ മാനുവൽ ഹാർഡ് ടോപ്പ്. ഓക്കെ, ഡീസൽ മാനുവൽ 2 വീൽ ടോപ്പിൻ്റെ വാഹനമാണ്. ഓക്കെ, കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 50,000 കിലോമീറ്റർ. 2023. ഇപ്പോൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ? അല്ല, ഇപ്പോൾ 26 വരെ ഉണ്ടാവും അല്ലേ? 26 വരെ കമ്പനി വാറണ്ടിയിലുണ്ടാവും. ഓക്കെ, 23 അല്ലേ രജിസ്ട്രേഷൻ വരുന്നത്? 26 വരെ കമ്പനി വാറണ്ടിയിലായിരിക്കും. എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? 12,70,000 2023 രജിസ്ട്രേഷൻ ഡീസൽ മാനുവൽ ഥാർ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. 2 വീൽ മാനുവൽ വാഹനമാണ്. ആ ടോപ്പ് ഏറ്റവും ടോപ്പ് ഉണ്ട്. ഒരു 11.5 വരെയൊക്കെ ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മളെന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ള വണ്ടികളുടെ സ്റ്റോക്ക് നേരിട്ട് കാണുക ഇവിടെ വരാം. അതിന് താഴെയുള്ള വണ്ടികൾക്ക് തിരുവണ്ണൂർ പോവാം. ഏത് ടൈപ്പ് കാരണം നമ്മളിതുവരെ 10 ലക്ഷത്തിന്റെ ചോടുള്ള വണ്ടികൾക്ക് കോൺസെൻട്രേഷൻ കുറവായിരുന്നു. 7-8 മുകളിൽ വണ്ടികൾ പിന്നെ കുറച്ചുണ്ടായിരുന്നു. ഒരു 5ന്റെ ചോടുള്ള വണ്ടികളെ ഇല്ലായിരുന്നു. നമുക്ക് ഒരുപാട് കമന്റ് വരുന്നത്. അന്നേരം നമുക്കൊരു ആഗ്രഹമാണ് നമുക്ക് ഇതിന് മാത്രമായിട്ട് ഒരു ഷോറൂം പോകണമെന്നല്ലേ. ഇപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നെങ്കിൽ നിലവിലുള്ള തിരുവണ്ണൂർ ഷോറൂമിന് ചെറിയ ബഡ്ജറ്റ് കാറുകളും ഇവിടേക്കുള്ളത് ഒരു 10 ലക്ഷത്തിന്റെ മുകളിലേക്കുള്ളത് ആക്കിയിരിക്കുന്നത്. പക്ഷേ രണ്ട് ഷോറൂമുകൾ വന്നിട്ട് എല്ലാ വണ്ടികളും കാണാനും എല്ലാ വണ്ടികളും നോക്കാനുള്ള സംവിധാനം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നത് ഇവിടുത്തെ നമ്പർ തന്നെയാണ്. നടക്കാനുള്ള നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും. ഒരു കാര്യം കൂടെ, നമ്മളെ ഷോറൂമിൽ നമ്മൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പലരും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇനി വരാത്ത എല്ലാ വ്യൂവേഴ്സിനെയും എല്ലാ വെൽവിഷേഴ്സിനെയും നമ്മൾ ഒരിക്കൽ കൂടി എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ കാറ് വാങ്ങിക്കുന്ന മുമ്പ് പറയുന്ന പോലെ തന്നെ കാറ് വാങ്ങിക്കേണ്ട ജസ്റ്റ് നിങ്ങളൊന്ന് വരൂ, ഷോറൂം കാണാം, ഒന്ന് പരിചയപ്പെടാം, സന്തോഷം പങ്കിടാം. ഇന്നൊരാൾ വന്നിരുന്നു അല്ലേ? നന്നായിട്ട് വന്നതാണ്. എനിക്ക് വളരെ സന്തോഷമായി. ചായ കുടിച്ച് പോയി സന്തോഷപ്പെടുന്നത്. അതുപോലെ എല്ലാവരെയും സ്വാഗതം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇതിൻ്റെ ചെയ്യാം. എല്ലാവർക്കും നന്ദി. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ബൈ.